അതിവൈകാരികതയോടല്ലെങ്കിലും നാച്ചുറലായിട്ടുണ്ടാകുന്ന ഒരു സങ്കടം ഏതൊരു ബ്രസീലിയൻ ഫാനിനെ പോലെ എനിക്കുണ്ട്. ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നുകൊണ്ട് ലിമിറ്റഡായിട്ട് കളി കാണാൻ പറ്റുള്ളൂ. നന്നായി കളിച്ചു, തോൽവി ആക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. മുന്നേക്ക് ഒരു സങ്കടം വരുമായിരുന്നു, ഇപ്പോൾ ഒരു മരവിപ്പാണ് തോന്നുന്നത്. തോൽവി അംഗീകരിച്ചു. ഇന്നലെ ഹാളണ്ടിനെ കണ്ടപ്പോൾ തന്നെ, ഹാളണ്ടിനെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ല, കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു പവർ ഫുട്ബോളിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞാൽ കിട്ടിയൊരു പെനാൽറ്റിയും തുലച്ചു. നെയ്മറിൻ്റെ കരച്ചിൽ കാണാൻ നിന്നില്ല, അതിന്ന് വാട്സപ്പ് മെസ്സേജുകളിൽ കാണും ഉറപ്പാണ്. കണ്ടിട്ട് ഞാൻ ലിങ്ക് കണ്ടിട്ട് അത് കാണാൻ നിന്നിട്ടില്ല. നിർഭാഗ്യം എപ്പോഴും ആ മനുഷ്യനെ പിന്തുടരും. പക്ഷെ ഇതിനൊരു മറുപുറം ഉണ്ടാവും, നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. വിജയം ഉണ്ടാവും, തോൽവി ഉണ്ടാവും, രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ബ്രസീലിനെ പോലെ എത്ര ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു ടീം പരാജയപ്പെടുമ്പോൾ ആ നാട്ടുകാർക്ക് ഉണ്ടാകുന്ന ഷോക്കിൻ്റെ അത്ര വരില്ലല്ലോ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഈ ടീമിനെ സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കാര്യം. അപ്പോൾ കളിപ്രേമികളോടും എല്ലാവരോടും നമ്മുടെ ബ്രസീൽ കുറേ ഇതുണ്ടാവും, എന്നാലും സംയമനത്തോടെ നമ്മളിതിനെ നേരിടാം. സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി നമ്മളെ തോൽവി നമ്മൾ അംഗീകരിക്കുക. കുഴപ്പമില്ല, അടുത്ത വേൾഡ് കപ്പിൽ കാണാം. ഞാനിങ്ങനെ ഇന്നലെ നെയ്മറിൻ്റെ വയസ്സ് നോക്കായിരുന്നു. നെയ്മറിന് 34 വയസ്സാണ്. മെസ്സിയെയും റൊണാൾഡോയും വെച്ച് ഇനിയൊരു അംഗത്തിന് അയാൾക്ക് ബാല്യമുണ്ട്. അതുകൊണ്ട് നെഗറ്റീവായിട്ട് എടുക്കണ്ട. നമ്മൾ ഫുട്ബോളിന് ജയിക്കും, സാമ്പാർ താളം ജയിക്കട്ടെ, ജോഗ ബൊണേറ്റോ, ജയ് ബ്രസീൽ. ഇനി വേറൊരു കാര്യം, നമ്മളെ നാട്ടിൽ ടീമുകൾ ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പിന്നാലെ നടക്കുന്നത്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ നാട്ടിലെ ഫുട്ബോളാണ്, ഇന്ത്യൻ ഫുട്ബോൾ. അപ്പോൾ ഇന്ത്യ മുന്നേ 90-ഉം 80-ഒക്കെ ഫിഫ റാങ്കിങ്ങിൽ വന്നൊരു ടീമാണ്. നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ എൻറിച്ച് ചെയ്യുക, അതിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മളെല്ലാ ഫാൻസിനെ പോലെ തറപ്പരിപാടികൾ നിർത്തുക, ഫ്ലക്സ് പരിപാടി നിർത്തുക. ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക്, ഗ്രൂപ്പിലൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളത് കൺട്രോളിലല്ലാത്ത ഈ കാര്യത്തെക്കുറിച്ച് എത്ര ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ഡിപ്രഷനിലാണെങ്കിൽ യാതൊരു എന്താ പറയുക, അതിന് ഒരു കാരണമില്ലല്ലോ. നമുക്ക് കൺട്രോളിലല്ലാത്ത കാര്യമായി കളി. നന്നായി കളിച്ചു, പക്ഷെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 79 മിനിറ്റിലുള്ള ഗോൾ വെച്ച് തോൽക്കേണ്ടിയില്ലായിരുന്നു. നെയ്മറിനെ നേരത്തെ ഇറക്കായിരുന്നു, അതൊക്കെ കോച്ചിൻ്റെ തീരുമാനം. പക്ഷെ ടീമിന് മൊത്തത്തിൽ തന്നെ നെയ്മർ ഇല്ലാത്തതിന് ചാൻസ് ഉണ്ടായിരുന്നു. കസമേറ പറഞ്ഞ പോലെ നെയ്മർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നെയ്മർ എന്ന ടീമിൻ്റെ ഭാഗം മാത്രമാണ്. നെയ്മർ ഇല്ലെങ്കിലും കളിക്കാനും ജയിക്കാനൊക്കെ ഉള്ള ത്രാണി ബ്രസീലിനുണ്ട്. അത് ഈ വേൾഡ് കപ്പിൽ കുറേയൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും സമയം വേണം. ഇനി ആൻസലോട്ടിക്ക് എന്ത് സംഭവിക്കുന്നെന്ന് അറിഞ്ഞൂടാ. ബ്രസീലുകാരൊരു കളിപ്രേമം, അവരുടെ ഒരു ആ നേച്ചറും വെച്ചിട്ട് പലതും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതവരെ കാര്യം. ലെറ്റ് us വെയിറ്റ് ഫോർ ദ ബെസ്റ്റ്. പക്ഷെ എന്തായാലും ബ്രസീലിൻ്റെ ഡൈഹാർഡ് ഫാൻസായ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് മഞ്ഞ കണ്ടാലും ബ്രസീലിൽ നിന്നാണ് ആലോചിക്കുക. ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഈ വേൾഡ് കപ്പിൽ ഇനി വേറെ കളികളെ ഞങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. ഞാനൊന്നും കാണാറില്ല വേറൊരു കളി, ബ്രസീലിൻ്റെ കളി മാത്രമേ കാണുന്നു. അപ്പം ലെറ്റ് us വെയിറ്റ്. എന്തായാലും കുറച്ച് ജപ്പാനായിട്ടുള്ള കളി, അങ്ങനെ കുറച്ച് നല്ല നിമിഷങ്ങൾ നൽകിയിട്ട് തന്നെയാണ് ബ്രസീൽ വിട വാങ്ങുന്നത്. വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ ഈ 5 കപ്പ് എന്നുള്ള സംസാരമൊക്കെ നിർത്താണ് നല്ലത്. അത് പഴയ കാര്യങ്ങളല്ലേ. പുതിയ കാര്യങ്ങളിലേക്ക് പോകും. ലെറ്റ് us വെയിറ്റ് ഫോർ ദ സർപ്രൈസ് ചാമ്പ്യൻസ്. അല്ല, ഇത്രയും നല്ല കളി കാഴ്ചവെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ട്, പിന്നെ ഫ്രാൻസ്, നോർവേ, ഇപ്പോൾ പോർച്ചുഗൽ ബെറ്ററായി വരുന്നു. പലകുമ്പോൾ റൊണാൾഡോക്ക് ഒരു കപ്പ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അർജന്റീന പോലെ ചില കൺഫ്യൂഷൻസ് പോലും ഇല്ല അവർക്ക്. എന്തായാലും ലെറ്റ് us വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് 4 years.